നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാറിൽ ഒരു യാത്ര വന്നിരിക്കുകയാണ്. ഈ കാണുന്ന സിട്രോൺ C3 എയർക്രോസിൻ്റെ ഓട്ടോമാറ്റിക് മോഡലുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വാഹനം നമ്മൾ നാട്ടിൽ വെച്ചൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. വളരെ കാലമായിട്ട് ജനങ്ങൾ മുറവിളി കൂട്ടിയ ശേഷമാണ് ഈ വാഹനത്തിൽ ഓട്ടോമാറ്റിക് വന്നിരിക്കുന്നത്. 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഓട്ടോമാറ്റിക് ഇത്തരത്തിലുള്ള മൂന്നാറിലേക്കൊക്കെയുള്ള വഴികളിൽ ഇവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു? അതുപോലെ തന്നെ വളരെ വിഖ്യാതമായ മാജിക് കാർപ്പറ്റ് എന്ന് പറയുന്ന സസ്പെൻഷനാണ് ഇതിലുള്ളത്. അതെങ്ങനെയുണ്ട് ഈ മൂന്നാറിലെ വഴികളിൽ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഞാൻ ഈ ഒരു വഴി ഇതുപോലെ ഗംഭീര ഹൈവേ ആക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ടില്ല. മൂന്നാറിൽ വളരെ കാലം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത്രയും ഗംഭീരമായിട്ട് ഈ ഭാഗത്തെ വഴികളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോൾ ഒരു ചെറിയ അബദ്ധം സംഭവിച്ചത്, ഇവിടെ ഇന്നലെ ഒരാളെ ഒരു ആന ചവിട്ടി കൊന്നതുകൊണ്ട് തന്നെ മൂന്നാർ ടൗണിൽ ഹർത്താലാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അതുകൊണ്ട് തന്നെ മൂന്നാർ ടൗണിലേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ നിന്നും എറണാകുളത്തു നിന്നും വന്നിട്ട് വളഞ്ഞ് തിരിഞ്ഞ് പള്ളിവാസൽ വഴിയൊക്കെ ഒരു വളരെ മോശം വഴികൾ കൂടി കയറിയാണ് വന്നത്. പക്ഷേ അത് ഒരു തരത്തിൽ നന്നായി. കാരണം ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും മനസ്സിലാക്കാൻ പറ്റിയൊരു വഴിയായിരുന്നു അത്. വളരെ മോശമായ വഴി എന്ന് വെച്ചാൽ വളരെ മോശമായ എസ്റ്റേറ്റ് റോഡായിരുന്നു. കുഴി എന്ന് വെച്ചാൽ പണ്ടാര കുഴി. അതായത് അതൊക്കെ എന്നെ പഴയ മൂന്നാറിനെയാണ് ഓർപ്പിക്കുന്നത്. ഞാൻ മൂന്നാറുമായിട്ട് എനിക്കുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2ാം ക്ലാസ്സിൽ ഇവിടെയാണ് പഠിച്ചത്, മൂന്നാറിലാണ് പഠിച്ചത്. അച്ഛനും അമ്മയും ഇവിടെ മീൻകെട്ടെന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കോളനിയിലായിരുന്നു താമസം. അവരിവിടെയായിരുന്നു ജോലി ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ. ആ കാലത്ത് ഒരു വർഷമാണ് ഇവിടെ ജീവിച്ചത്. പക്ഷേ ആ ഒരു വർഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വർഷമായിട്ടാണ് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത്. അന്നത്തെ മൂന്നാർ ഇതുപോലെ തിരക്കുള്ള സ്ഥലമൊന്നുമല്ല. എപ്പോഴും മിസ്റ്റൊക്കെ മൂടി നിൽക്കുന്ന മൂന്നാറായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, നല്ല വെയിലാണ്. വെയിലത്ത് നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ. അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്തായാലും അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം ട്രാൻസ്ഫർ കിട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഓരോ തവണയും മൂന്നാറിൽ വരുമ്പോൾ എൻ്റെ ഈ ഒരു നൊക്ലാജിയ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും വളരെയധികം വർദ്ധിക്കാറുണ്ട്. ആ കാലത്ത് ജീവിച്ച മീൻകെട്ടിലെ കോളനിയും ചിത്രപുരം എന്ന് പറയുന്ന സ്ഥലവും അങ്ങനെയുള്ള 2ാം മൈൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും നമ്മൾ വളരെ കാര്യമായ രീതിയിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. എപ്പോൾ വന്നാലും അവിടേക്ക് ഒന്ന് സന്ദർശിക്കാറുണ്ട്. ഈ ഒരു ഹൈവേ ഇതൊരു സംഭവം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. മൂന്നാറിലും തുടങ്ങി നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിന്നക്കനാലിലേക്കുള്ള റോഡിലാണ്. ദേവികുളത്തിന് തൊട്ട് മുമ്പുള്ള സ്ഥലത്താണ്. ഇവിടെയൊക്കെ വളരെ മോശമായിരുന്ന വഴി ഉണ്ടായിരുന്ന സമയമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇന്നത്തെ വരവിലുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മാട്ടുപ്പെട്ടി ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം അത് നമുക്ക് ടൗൺ ക്രോസ് ചെയ്ത് പോകണം, അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ചിന്നക്കനാൽ, അതുപോലെ തന്നെ ലോക്ക്ഹാർട്ട് ഗ്യാപ്പ്, അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ കാണുക, ആനയിറങ്കൽ ഡാം കാണുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലുള്ളത്. കാര്യം ഈ ചൂടാണെങ്കിലും മറ്റൊരു കാര്യമുണ്ട്, വെയിൽ കാരണം എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. കണ്ടില്ലേ, ആകാശം നല്ല നീല ആകാശം. അതുപോലെ തന്നെ മലകളൊക്കെ അങ്ങനെ എന്താ പറയുക, വെളിച്ചത്തിൽ പ്രകാശിച്ചിങ്ങനെ നിൽക്കുകയാണ് വെയിലത്ത്. സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഇവിടെ മിസ്റ്റൊക്കെ വരേണ്ടതാണ്. ഏതായാലും അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ മനോഹരമായിരിക്കും തോന്നുന്നു. എങ്കിൽ പോലും ഈ വാഹനത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഗംഭീരമായ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, അതായത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയൊരു വാഹനമാണിത്. കാഴ്ചയിൽ വളരെ പെട്ടെന്ന് അങ്ങനെ തോന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിലും പറഞ്ഞു. പക്ഷേ ഇതാണ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ വാഹനം. അത്രയും വലിയ വീൽ ബേസ് ഉണ്ട്, ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. ഇതിന് 7 സീറ്ററും 5 സീറ്ററും ഉണ്ട്. നമ്മളിന്ന് 5 സീറ്ററിലാണ് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ ഈ ക്യാമറ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശ്യാം ആദ്യമായിട്ടാണ് മൂന്നാറിൽ വരുന്നതെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ക്യാമറ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കണ്ണും വീഴ്ച് സാധനമെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത്രയധികം എക്സൈറ്റഡ് ആണ് ശ്യാമും. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ലോക്ക്ഹാർട്ട് ഗ്യാപ്പിലേക്ക് പോകാം. ഒരു സായിപ്പിൻ്റെ പേരാണ് ലോക്ക്ഹാർട്ട് ഗ്യാപ്പ്, അല്ലെങ്കിൽ അതിനെ ഗ്യാപ്പ് റോഡെന്ന് വിളിക്കാറുണ്ട്. അതൊക്കെ എല്ലാ കാലത്തും മണ്ണ് വീട് ഇടിഞ്ഞുകൊണ്ടിരുന്നൊരു സ്ഥലങ്ങളാണ്. അതെല്ലാം ഇപ്പോൾ ഇതുപോലെ ഗംഭീരമായ റോഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഹാർട്ട് ഗ്യാപ്പ്, ചിന്നക്കനാൽ, ആനയിറങ്കൽ, അത്തരം സ്ഥലങ്ങളിലേക്ക് സിട്രോൺ C3 എയർക്രോസിനോടൊപ്പം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്താണല്ലോ കണ്ടത് അല്ലേ, സിട്രോൺ C3 എയർക്രോസിൻ്റെ ഓട്ടോമാറ്റിക്. ഈ പറഞ്ഞ പോലെ ഒരു യൂറോപ്യൻ വാഹനത്തിൻ്റെതായ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് നിർമ്മാണ നിലവാരമായാലും മറ്റ് ഫീച്ചേഴ്സ് ആയാലും എല്ലാം തന്നെ നമ്മളെ പക്ക ഒരു യൂറോപ്യൻ വാഹനത്തെയാണ് ഓർപ്പിക്കുന്നത്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല കൂൾ കളേഴ്സൊക്കെയാണ് ഡാഷ്ബോർഡിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. സാമാന്യം വലിയൊരു ടച്ച് സ്ക്രീൻ നിങ്ങൾക്കിവിടെ കാണാം. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും പോലുള്ള കാര്യങ്ങളും പലതരത്തിലുള്ള സെറ്റിങ്സൊക്കെ ഉണ്ട്. ഈ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിൽ ഹോൾഡ് അസിസ്റ്റും അതുപോലെ തന്നെ ABS EBD തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഇറക്കങ്ങളിലും മറ്റും നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ അത്തരത്തിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല റോഡായി കഴിഞ്ഞു ഇവിടെ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് തീർച്ചയായിട്ടും ഒരു ഗംഭീര സംഭവമാണ്.
ഈ മൂന്നാറിൻ്റെ അതിമനോഹരമായ പ്രകൃതി ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായ വഴികളായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് തകർപ്പൻ ഹൈവേ സമ്മതിച്ചിരിക്കുന്നു ഇത് പണിത് ഉണ്ടാക്കിയവരെ. കാരണം എത്രത്തോളം അധ്വാനം വേണ്ടി വന്ന് കാണുമെന്ന് ആലോചിച്ച് നോക്കുക. ഈ മലയെല്ലാം വെട്ടിയെടുത്ത് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിൽ. അപ്പോൾ അവർക്കെല്ലാം എന്താ പറയണ്ടേ, സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് കാല് കൊടുത്ത് നോക്കാം. ഇവിടെ നിന്ന് പോകാവുന്ന സ്ഥലങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് 24 കിലോമീറ്റർ പൂപ്പാറ, തേക്കടി 90, ദേവികുളം ടൗണാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ നമുക്കിനി തിരിച്ച് പോകുന്നത് പൂപ്പാറ ടൗണിൽ കൂടെ പോകാം. കാരണം തിരിച്ച് വീണ്ടും നമ്മൾ മൂന്നാറിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അവിടെ സമരകോലാഹലങ്ങൾ, ഹർത്താലൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആന ഒരാളെ കൊന്നതിൻ്റെ പേരിൽ ആനകൾക്കെല്ലാം ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയം തോന്നുന്നു. വയനാട്ടിൽ ഇവിടെയും എല്ലാം ആനകൾ മനുഷ്യനെ ചവിട്ടി കൊന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവസാനം സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ ഇന്നലെ ഇവിടെ ഈ ഒരാളെ ചവിട്ടി കൊന്നിരിക്കുന്നത്. വിൻസർ കാസിൽ. അപ്പോൾ നമ്മൾ ദേവികുളത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ദേവികുളം എന്ന് പറയുന്നത് ഗേറ്റ് വേ ടു ചിന്നക്കനാൽ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറാമാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് ശബ്ദമാണ് കേൾക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ക്യാമറാമാൻ സീറ്റ് ബെൽറ്റ് ഇടേണ്ടതാണ്. അങ്ങനെ ഇടുക്കി ജില്ലക്കാർ കേട്ടുകഴിവില്ലാത്ത ടോൾ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ പുതിയ റോഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസ വരുന്നത്. എന്തായാലും അതിന് പൈസ കൊടുക്കാനുള്ള യോഗം നമുക്കുണ്ടായി എന്നാണ് പറയേണ്ടത്. ഹായ്. Teni by any chance? Teni in Tamil Nadu. Oh no, we are not going there. We will be going to... You're making me famous. Yeah, I'm a blogger. I'm going to be on television. I'm a blogger. You're a blogger? Yeah, that's it. Where from? I'm from the UK. UK. Ah, okay. Do you want to take me a little bit? Yeah, that's Yeah? it. Yeah. I'm just getting a coffee. Yeah. Just making it. 2 minutes is okay? Yeah, that's okay. Yeah? Okay. Yeah. Okay. Okay. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഫോറിനർ, അദ്ദേഹം തേനി പോകാൻ വേണ്ടിയാണ് ചോദിച്ചത്. പക്ഷേ തേനി വരെ നമ്മൾ പോകുന്നില്ല, കുറച്ച് ദൂരം ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കട്ടങ്ങാപ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ UK കാരെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഞെട്ടിക്കാൻ വേണ്ടി പറയും, നമ്മളാണ് ആദ്യമായിട്ട് ഇവിടുന്ന് വണ്ടി ഓടിച്ച് ലണ്ടനിൽ പോയെന്ന് പറയും. അപ്പോൾ അങ്ങനെ അവരൊന്ന് ഞെട്ടിയതിന് ശേഷമാണ് നമ്മൾ വണ്ടി കയറ്റാൻ പോകുന്നത്. കുറച്ച് ദൂരം അദ്ദേഹത്തെ കൊണ്ടുപോകാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. Yeah, yeah. Okay. Me in the front? This is fine. It's just a small bag. Amazing. Thank you. Thank you too. It's beautiful here. Huh? So how long you been here? I just arrived about 5 days ago into Kochi. Oh. And so 3 nights in Kochi. Fort Kochi, this area. And then I come to Muna. Have a look at the tea plantation. Yeah. Beautiful. This is my second time here. So this is my 6th time in India. Oh. Yeah, I love your country. Great. You know, beautiful people, beautiful country. Okay. Good weather, good price. You know, yeah, that's important. makes a big difference. Yeah. You know? I think Munnar is one of the most beautiful places on earth. Right? Yes, I mean the landscape is incredible. incredible. I took some nice photos yesterday. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടോള് പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അടുത്ത മാസം മറ്റേ ആവുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയായിട്ടെല്ലാം പണിത് വെച്ചിട്ടുണ്ട്. Well, the roads are fantastic. Yeah. I wish I had a motorbike because and actually I arrived at this point. Somebody took me on the motorbike from Muna to this point just 5 minutes before you. So cycling in India and motorcycling in India is too scary. Motorcycle is good. Oh, good. Okay. Yeah. You think so? Yeah, it's fine. Yeah. I mean, now the roads are better. Before, when I first came to India 17 years ago, it was much more bumpy. Yeah. The buses like this and crazy. The way they drive is very scary. That's why I asked you. But it's fluid. Somehow people are still alive. Yeah. You know.
But you are from another country. That's the problem. We know how to drive and how to live here. Not too many people dying. It's okay. It's okay. അപ്പോൾ ഇതാണ് മൂന്നാറിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്ന്. നമ്മൾ ചിന്നക്കനാലിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്നക്കനാലിൽ എത്തുന്നതിന് മുമ്പുള്ള ഗ്യാപ്പ് റോഡിന് മുമ്പുള്ള ഭാഗമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ക്രിസിനെയാണ് കണ്ടിരിക്കുന്നത്. ക്രിസ് UK എന്നാണ്. വളരെ കാലമായിട്ട് എന്താ പറയേണ്ടത്, ഇങ്ങനെ ബാക്ക് പാക്കിംഗ് നടത്തുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്, മൂന്നാറിൽ 2ാമത്തെ പ്രാവശ്യവും. അപ്പോൾ ഇതാണ് ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള കാഴ്ച. ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് എന്ന് ആണ് ബ്രിട്ടീഷേഴ്സിൻ്റെ പേര്, പക്ഷേ ഇതിനെ നമ്മൾ ഗ്യാപ്പ് റോഡ് എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും മണ്ണിടിഞ്ഞ് വീണ് ഇവിടം ഗതാഗതം സ്തംഭിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ റോഡ് നന്നായി കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ മാറ്റം വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫോളിംഗ് റോക്സ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ വാർണിംഗ് ഫോളിംഗ് റോക്സ് എന്നുള്ളത്. അപ്പോൾ ഈ ദേവികുളം ഭാഗവും അതുപോലെ മൂന്നാറുമായിട്ട് എപ്പോഴും എന്താ പറയണ്ടത് ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് ഈ ഒരു ഇവിടെ മണ്ണ് ഇടിഞ്ഞ് വീഴുമ്പോഴായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സഖ്യപുറത്തിൻ്റെ മനോഹരമായ ദൃശ്യം കാണാം. ലെഫ്റ്റിലുള്ള നിരകളെന്നൊക്കെ പറയുന്നത് ബോഡിമെട്ട്, തേക്കടി, കുമളി ഭാഗമൊക്കെയാണ്. അവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ കമ്പം, തേനി, അങ്ങനെ വേണമെങ്കിൽ അടുത്ത മല കയറി നമുക്ക് കൊടൈക്കനാലിൽ പോകാം, അല്ലെങ്കിൽ മധുരയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് ലോക്ക്ഹാർട്ട് ഗ്യാപ്പിൻ്റെ തുടക്കം. ഇനി നമ്മളിവിടുന്ന് നേരെ ചിന്നക്കനാലിലേക്കാണ് ഓടിയെത്തുന്നത്. Richard Hammond is the little one, and then Jeremy Clarkson. There you go. Yeah. And James May. Yeah. Right. Yeah. That's fun. Very cool. So you're like the Jeremy Clarkson of Kerala. Of Kerala. Thank you. Happy days. Winning. Love it. I love it. I'm on Top Gear. I'm on Indian version of Top Gear. This is so cool. Oh wow, look down there. Yeah, that's a dam. That's a reservoir. The dam is called Aanerangal Dam. Aanerangal. Aanerangal. That means it's a playground of elephants. Oh, okay, cool. Yeah. നമ്മളപ്പോൾ അങ്ങനെ ചിന്നക്കനാലിലേക്ക് എത്തുകയാണ്. ചിന്നക്കനാലിൽ നല്ല കാറ്റാണ്, കണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ആ താഴെ കാണുന്ന ആ വാട്ടർ ബോഡി എന്ന് പറയുന്നത് ആനേറങ്കൽ ഡാമിൻ്റെ റിസർവോയറാണ്. ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ്. അതുപോലെ അവിടെ ആ മിസ്റ്റ് മഞ്ഞ് മൂടി നിൽക്കുന്ന ആ സ്ഥലമാണ് കൊളുക്കുമല. കൊളുക്കുമല എന്ന് പറയുന്നത് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട സ്ഥലമാണ്. അവിടെ ലോകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് ഓർഗാനിക് ടീ പ്ലാന്റേഷൻ ഉള്ളത് കൊളുക്കുമലയിലാണ്. അതിന് തൊട്ടടുത്ത് കാണുന്ന മലയാണ് ചാർലി എന്ന സിനിമയിലൂടെ ഉണ്ണിയാർ എഴുതി പ്രശസ്തമാക്കിയ മീശ പുലിമല. അവനവിടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്, അവൻ്റെ സുഹൃത്താണ്, പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ എഴുതി പ്രശസ്തമാക്കിയ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ മഞ്ഞ് പെയ്യുന്നത് കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. എന്തായാലും ഈ ഒരു പ്രദേശമാണ് മൂന്നാറിൻ്റെ മറ്റൊരു മനോഹരമായ സ്ഥലമെന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്ങാണ് ഇവിടെ ആദ്യകാലത്ത് വന്ന റിസോർട്ട്. അത് ക്ലബ് മഹീന്ദ്ര റിസോർട്ടാണ്. വളരെ മനോഹരമായ റിസോർട്ടാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ കോസ്റ്റ്ലി എന്ന് പറയാനില്ല. ഈ റോഡ് അവിടെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്നുണ്ടല്ലോ, അതിഗംഭീരമായ മോശം വഴിയായിരുന്നു ഇത് ഒരു കാലത്ത്. ഇപ്പം വളരെ ഗംഭീരമായ വഴിയായി. ഇതുവഴി നമുക്ക് വേണമെങ്കിൽ മൂന്നാർ ടൗണൊന്നും ടച്ച് ചെയ്യാതെ കട്ടപ്പന വഴി വേണമെങ്കിൽ കോട്ടയത്തേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ പൂപ്പാറ വഴി നമുക്ക് കൊച്ചിയിലേക്ക് പോകാൻ പറ്റും. എന്തായാലും നമ്മളിന്ന് അങ്ങനെ തന്നെയാണ് പോകാൻ പോകുന്നത്, കാരണം മൂന്നാറിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ബ്രിട്ടീഷുകാരനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫ്രഞ്ച് വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിനൊക്കെ നന്നായിട്ട് അറിയാം ഈ ഫ്രഞ്ച് കമ്പനി, ഇവരൊക്കെ അധികവും വാങ്ങിക്കുന്നത് ജർമ്മൻ ഫ്രഞ്ച് വാഹനങ്ങളൊക്കെയാണെന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി. എന്തായാലും ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. എവിടെ നമുക്ക് കയറ്റിക്കൊണ്ട് പോകുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ 110 BSP ഗംഭീരമായ എൻജിൻ. ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയപ്പോൾ ഇതിൻ്റെ ടോർക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 205 Nm ടോർക്കുണ്ട്. അതുപോലെ 5 സീറ്റർ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ്. ഇപ്പോൾ 444 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. സാമാന്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. ഇനി 7 സീറ്റർ ആണെങ്കിൽ പോലും ബാക്കിലെ 2 സീറ്റും നമുക്ക് 10-20 സെക്കൻഡ് ഇളക്കി മാറ്റി വീട്ടിൽ വെച്ചിട്ട് ഇത്രയും സ്പേസ് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എന്തായാലും കാണാനുള്ള ഭംഗിയായാലും അതുപോലെ മൊത്തത്തിൽ ഉള്ള ബിൽഡ് ക്വാളിറ്റി ആയാലും ഒന്നും തന്നെ മോശമല്ല എന്നാണ് പറയേണ്ടത്.
കാണാനുള്ള ഭംഗി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഫ്രഞ്ച് വാഹനങ്ങളാകുമ്പോൾ കാണാനുള്ള ഭംഗി, പിന്നെ സിട്രോണിൻ്റെ ആ തനത് ലോഗോയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് വാഹനത്തെപ്പറ്റി അധികം പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, കാരണം 1-2 മാസം മുമ്പത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ഫുൾ വീഡിയോ കാണാൻ സാധിക്കും. എന്തായാലും ഒരു എന്താ പറയേണ്ടത്, ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച വാഹനങ്ങളിലൊന്നാണ്. തന്നെയുമല്ല, ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളെക്കാളും ഏറ്റവും വലിപ്പം, അത് നീളമായാലും വീതി ആയാലും വീൽ ബേസ് ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും എല്ലാം കൂടുതലുണ്ട്. പക്ഷേ വില ഒരല്പം കുറവുമാണ്. ഈ സിട്രോണിൻ്റെ ഒരു ഇന്ത്യൻ സ്ട്രാറ്റജി അങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഗംഭീര വാഹനങ്ങൾ കൊടുക്കുക, വില ഒരല്പം കുറച്ച് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് ഇലക്ട്രിക് മോഡൽ വരാൻ പോകുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. അതെപ്പോഴും സിട്രോൺ അങ്ങനെയാണ്. സിട്രോൺ ഒരു പെട്രോൾ വാഹനം ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇലക്ട്രിക് മോഡലും വരും. എന്തായാലും അതിഗംഭീരമായ വാഹനവുമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവ് അവസാനിച്ചിട്ടില്ല, ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. ആനയിറങ്ങൽ ഡാമിൻ്റെ അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും ഗംഭീരമായ വഴി കണ്ടോ, വളഞ്ഞ് താഴേക്ക് പോകുന്നു. ഇതെല്ലാം വളരെ ചെറിയ റോഡായിരുന്നു. വളരെ അടുത്ത കാലത്താണിത് ഇങ്ങനെ ഹൈവേ ആയത്. ഇതുവഴി നമുക്കിപ്പോൾ മധുരയിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ പറന്നു പോകാം. പറന്നു പോകാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, പറന്നു പോകരുത്, MVD ഒന്ന് പിടിക്കും. Where are you off to, mate? Huh? Where are you off to? The hustler. Oh, okay. Yeah, my hustler is running around the corner. Just taking a little walk. Oh, why not? Okay, cool. Enjoy. Ciao. Good now. Oh, this is from Dubai. Oh, wow. that's from Dubai. Oh, yes, interesting. Yeah. Wow, full Migrating bus. Mavericks. Maybe that's private. Maybe must it's be. just it's not a bus full of people. It's just Yeah, must be. it's all blacked out. They got extra fuel in the front. How cool is that? Baiju? Amazing. Namaste. Dhanyavad. Nangni. So have a safe trip. Thank you so much. Yeah. That was exciting and beautiful. Okay. Okay, bye. Okay, bye-bye. See ya. You want to sit in the front? You want to go to the front? Okay. ഇരിക്കണോ? Bye-bye. ഫ്രണ്ടില്. I see. അപ്പോൾ നമ്മളിതാ അങ്ങനെ ചിന്നക്കാനിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഒരു വിദേശി ഇവിടെ കിടക്കുന്നു. വിദേശി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ദുബായിൽ നിന്ന് എത്തിയിരിക്കുന്ന ഒരു ക്യാരവനാണ്. മൈഗ്രേറ്റിംഗ് മാവറിക്സ് എന്നാണ് ഇതിൽ ഉള്ളവരുടെ പേര്. അവരിത് ഇട്ടിട്ട് എവിടെ നടക്കാൻ പോയിരിക്കാൻ തോന്നുന്നു. ഗംഭീര ഒരു ക്യാരവനാണ്. മുന്നിലൊക്കെ ഇതാ, ഇത് വെള്ളത്തിൻ്റെ ക്യാനാണോ അതോ ഫ്യൂവലിൻ്റെ ആണോ എന്ന് അറിഞ്ഞുകൂടാ. ഏത് കമ്പനിയുടെ വണ്ടിയാണ് എന്ന് പോലും വ്യക്തമാകുന്നില്ല. എന്തായാലും ഗംഭീര ക്യാരവനാണ് മൈഗ്രേറ്റിംഗ് മാവറിക്സ്. ഇതിനകത്തിന് കിടന്ന് ഉറങ്ങുകയാണോ അവരെന്ന് അറിഞ്ഞുകൂടാ. ഇത് വോൾവോ ആണെന്ന് തോന്നുന്നു. ബാഡ്ജിങ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ടെൻ്റ് അടക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ദുബായ് രജിസ്ട്രേഷനാണ്. അപ്പോൾ മൈഗ്രേറ്റിംഗ് മാവറിക്സിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ കാര്യം മൂന്നാറിൽ തണുപ്പാണ് എന്നാണ് വെപ്പെങ്കിലും ഇപ്പോൾ നമ്മൾ വരുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ് പകലൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ AC ഗംഭീരമായ കൂളിങ്ങുള്ള AC ആണ്. ഒട്ടും തന്നെ നമ്മളെ എന്താ പറയുക ചൂട് അറിയിക്കാതെ കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്കെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 20 സെൻറ്റിമീറ്ററിന് മുകളിൽ വലുപ്പമുള്ള ഈ ഒരു സ്ക്രീനാണ്. ഈ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ ഗംഭീരമാണ് എന്ന് മാത്രവുമല്ല വളരെ ഉപയോഗിക്കാൻ എളുപ്പമാണ്. നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഇതിലുണ്ട്. അത് കേൾപ്പിച്ച് എൻ്റെ കോപ്പിറൈറ്റ് അടിപ്പിക്കുന്നില്ല ഞാൻ. എന്തായാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ മിറർ ചെയ്യാൻ നിങ്ങൾക്ക് അതിലെ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് കൊണ്ടുവരാം. നല്ലൊരു റിവേഴ്സ് ക്യാമറയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ ഒരു ഗംഭീരമായ SUVയുടേതായ നല്ല ഗംഭീര സീറ്റിംഗ് പൊസിഷനുണ്ട്. നമുക്ക് ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാനുവലി ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വിസിബിലിറ്റി ഉണ്ടല്ലേ, നമ്മുടെ മൂന്നാറിൻ്റെ ഈ ഒരു വിഷ്വൽ മുഴുവൻ ഗംഭീരമായിട്ട് കാണാവുന്നില്ല. വീണ്ടും ഗംഭീരം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് മൂന്നാറിനെ സംബന്ധിച്ചും ഈ വാഹനത്തെ സംബന്ധിച്ചും പറയാവുന്ന കാര്യം ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. എല്ലാ തരത്തിലും രസകരമായിട്ട് ഓടിച്ചു പോകുന്ന വാഹനമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്ന മാജിക് കാർപ്പറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് അനുഭവിച്ച് തന്നെ അറിയണം. നമ്മൾ അങ്ങേയറ്റം മോശമായ വഴികൾ, നിങ്ങളതിൻ്റെ വിഷ്വൽ കണ്ടു കാണും, അങ്ങേയറ്റം മോശമായ വഴികൾ കൂടി വന്നിട്ട് പോലും നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സസ്പെൻഷൻ പെരുമാറി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ഒരുമിക്കുന്ന വലിപ്പമായാലും വീൽ ബേസ് ആയാലും സസ്പെൻഷൻ്റെ മികവായാലും ഒന്നാം തരം 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയാലും 110 VSP ടർബോ എഞ്ചിനായാലും എല്ലാം ചേരുന്നൊരു വാഹനമാണെന്നുള്ളതാണ്. പക്ഷേ വില കമ്പാരിറ്റീവ്ലി കുറവുമാണ്. ഒരു പാറ നിൽക്കുന്നത് കണ്ടോ, പേടിയാകുന്ന രീതിയിലാണ്. പക്ഷേ അദ്ദേഹം നൂറ്റാണ്ടുകളായിട്ട് അവിടെ നിൽക്കുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. എന്തായാലും ഞാൻ ഈ ക്ലബ് മഹീന്ദ്ര എന്ന് പറയുന്ന ആ ഒരു റിസോർട്ട് തുടങ്ങിയ കാലം തൊട്ട് അവിടെ താമസിക്കാറുള്ള ആളാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള റിസോർട്ട്. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു തടസ്സവും ഇല്ലാത്ത വ്യൂ ആണ് ആനയിറങ്കൽ ഡാമിലേക്കൊക്കെ ഉള്ളത്. പണ്ട് വലിയ സംഭവമായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ പഴയതായി തുടങ്ങിയിട്ടുണ്ട് റൂംസൊക്കെ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈ ഓഫ് റോഡ് ഇവൻറ്റ്സിന് വരുന്നവർ ആദ്യകാലം തൊട്ട് താമസിക്കുന്ന സ്ഥലം അതും കൂടിയാണ്. ഇതിൻ്റെയൊക്കെ ബാക്കിലൊക്കെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ട്രാക്കുകളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഇനി കൊളുക്കുമല സൂര്യനെല്ലി റോഡിലേക്ക് തിരിയുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വഴിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസർവറിലേക്കുള്ള ആ ഒരു റോഡുള്ളത്. അതിപ്പോൾ ക്ലോസ്ഡ് ആണോ എന്ന് അറിഞ്ഞിട്ടുണ്ട്, കാരണം ഇവിടെ ആനയുടെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ പല സ്ഥലങ്ങളും ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആന ചവിട്ടി ചാകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ശത്രുക്കളെ സന്തോഷിപ്പിക്കാനും എനിക്ക് ആഗ്രഹമില്ല. ലെഫ്റ്റിൽ കാണുന്ന റിസോർട്ട് മൗണ്ടൻ ക്ലബ്ബാണ്. ഈ വാഹനത്തിൻ്റെ, അതായത് സിട്രോണിൻ്റെ ഒക്കെ ഡീലർഷിപ്പുള്ള EVM ഗ്രൂപ്പിൻ്റെ റിസോർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഡീലർഷിപ്പ് EVMൻ്റെതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിനി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചിന്നക്കനാൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ചിന്നക്കനാൽ കഴിഞ്ഞ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആനയിറങ്കൽ ഡാമിൻ്റെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന സ്ഥലമായി. നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അല്പം കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് കൊളുക്കുമലയിലേക്കുള്ള റോഡ് തിരിയുന്നത്. കൊളുക്കുമല എപ്പോഴും അങ്ങനെ മേൽഭാഗത്ത് കണ്ടല്ലോ, ഇങ്ങനെ മേഘങ്ങൾ മൂടി നിൽക്കും. അപ്പോൾ നമ്മൾ ചിന്നക്കനാൽ കഴിഞ്ഞിട്ട് സൂര്യനെല്ലിയിലേക്ക് പ്രവേശിക്കുകയാണ്. സൂര്യനെല്ലി ഒരു വളരെ ചെറിയ ഒരു സ്ഥലമാണ്. പക്ഷേ കൊളുക്കുമലയിലേക്കും മറ്റും ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് കൊളുക്കുമല. ഇങ്ങോട്ട് പോകുമ്പോഴാണ് പോയതാ. ഇവിടെ മുഴുവൻ ഈ കൊളുക്കുമലയിൽ ഞാൻ 2 തവണ ഓടിച്ച് തന്നെയാണ് വണ്ടി പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവരത് പ്രൈവറ്റ് ജീപ്പുകളെ പോകാൻ ടാക്സി ജീപ്പുകളെ പോകാൻ സമ്മതിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ അവിടെ കണ്ടതെല്ലാം കൊളുക്കുമലയ്ക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ടാക്സി ജീപ്പുകളാണ്. 4 വീൽ ഡ്രൈവ് ഒരു വഴി തന്നെയാണത്, നല്ല ഹൈറ്റായി കയറി പോകണം. ശരിക്കും അവിടെ നിന്നുള്ള സൺറൈസ് ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് വെളുപ്പിന് 2 മണിക്കൊക്കെ അവിടെ കൊണ്ടുപോകുന്ന ടാക്സിക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ മുകളിൽ ചെന്നിട്ട് സൺറൈസ് ഒക്കെ കണ്ടിട്ട് പോരാം. കുറച്ച് ടയറിങ് ആണ് വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പോകുന്നതെങ്കിലും അതൊരു രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ലെഫ്റ്റിൽ ആ മരങ്ങൾക്കിടയിലൂടെ കാണുന്നതൊക്കെയാണ് കൊളുക്കുമലയും അതുപോലെ തന്നെ മീശപ്പുലിമലയും പോലുള്ള സ്ഥലങ്ങളൊക്കെ. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നത് തമിഴ്നാടാണ്. അതിമനോഹരമായൊരു വ്യൂ ആണത്. ഞാൻ അന്ന് കൊളുക്കുമല പോയപ്പോൾ അറിഞ്ഞത്, പിന്നെ മാറ്റം വന്നെന്ന് അറിഞ്ഞുകൂടാ. അത് കൊളുക്കുമലയിലെ ടി എസ്റ്റേറ്റിൻ്റെ ഉടമ ഒരു തമിഴ്നാട്ടിലുള്ള ഒരാളാണ്, തേനിയിലോ കമ്പത്തുമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അവിടെ ഹെലികോപ്റ്ററിലാണ് വന്ന് ഇറങ്ങാറുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് ജീപ്പിലൊന്നും അദ്ദേഹം പോകാറില്ല എന്നൊക്കെ അന്ന് ആരോ പറഞ്ഞിരുന്നു. അല്ലേ? എന്തായാലും ഇന്നത്തെ ദിവസം വെയിലും ചൂടൊക്കെ ഉണ്ടെങ്കിലും മനോഹരമായ ദൃശ്യാനുഭവം തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പല സ്ഥലത്തും നമുക്ക് ഇങ്ങനെ കാണാം, എലിഫൻറ്റ് ക്രോസിംഗ് സോൺ, ഡ്രൈവ് കെയർഫുള്ളി എന്നൊക്കെ. ഇന്നലെ ഒരാളെ കൊന്നതേ ഉള്ളൂ.
അതുകൊണ്ട് രാത്രിയിലൊക്കെ ഈ വഴി പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ആനയിറങ്ങൽ ഡാമിൻ്റെ റിസർവറിലേക്കുള്ള വഴി ലക്ഷ്യമാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർവറിൻ്റെ അറ്റത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ ബൈജുനാർ ഉദ്ദേശിച്ച അറ്റമല്ല ഇത്. അങ്ങനെ പ്രശ്നം സംഭവിച്ചു. അതെനിക്ക് മനസ്സിലായത് സൂര്യനെല്ലി വഴി പോകുമ്പോഴാണെന്നാണ്. എന്തായാലും ഇതൊരു അറ്റമാണല്ലോ. തന്നെ ഇവിടെ മീൻ പിടിക്കുന്ന ധാരാളം യുവാക്കളെ കാണാനുണ്ട്. എന്തോ കാര്യമായ രീതിയിൽ മീൻ കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ ചെന്നുപെട്ട റിസർവറിൻ്റെ അറ്റം ഞാൻ പ്രതീക്ഷിച്ച അറ്റമല്ലാത്തതുകൊണ്ട് അറ്റം തേടിയുള്ള യാത്ര തുടരുകയാണ്. സൂര്യനെല്ലിയിൽ നിന്നും ജംഗ്ഷനിലെ ബിവറേസിൽ നിന്നും, അതറിയാത്തവരുണ്ടാവില്ലെന്ന് കരുതുന്നു, ബിവറേസിൻ്റെ സൈഡിൽ കൂടെ അകത്തേക്കുള്ള വഴിയിലൂടെ പോകുമ്പോഴാണ് റിസർവറിൻ്റെ അറ്റവും ബാക്ക്ഗ്രൗണ്ടിൽ അതിമനോഹരമായ എന്താ പറയുക കൊളുക്കുമല മലനിരകളും കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണിപ്പോൾ. ഈ ചിന്നക്കനാലിൽ ധാരാളം റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഫുഡ് നല്ലത് കിട്ടുന്നതൊക്കെ ഉണ്ടാകും. പക്ഷേ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഹോട്ടൽ അപ്പണൂസ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നു. ഇവിടെ താഴേക്ക് പോകുമ്പോഴാണത്. ഞാൻ ഗ്യാരണ്ടി, നമ്മുടെ മോദിജി പറയുന്ന പോലെ മേരെ ഗ്യാരണ്ടി ഹേ എന്ന് പറഞ്ഞ പോലെ ബീഫിൻ്റെ കാര്യത്തിൽ എൻ്റെ ഗ്യാരണ്ടിയാണ്. ഒരു രക്ഷയില്ലാത്ത ബീഫ് കറി ആയിരുന്നു. അതിൻ്റെ കൂടെ ചപ്പാത്തി, ഇത് രണ്ടുമാണ് കഴിച്ചത്. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിയന വില്ലേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ അപ്പണൂസ് എന്ന് പറയുന്ന ഹോട്ടലിൽ വരിക, ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ. പിന്നെ എന്തായിരുന്നു മുട്ടക്കറി അല്ലേ? മുട്ടക്കറി നല്ലതല്ലായിരുന്നോ? പുളിശ്ശേരി അടിപൊളിയാണെന്ന് കണ്ടാലറിയാം. എന്തായാലും അത് കൊള്ളാം. മറ്റു കാര്യം പറയാനുള്ളത്, ഈ സൈഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ഇവിടുത്തെ റേഷൻ കടയുടെ ഗോഡൗൺ ആണ് ഈ താഴെ കാണുന്നത്. ഇവിടെ മുഴുവൻ ആ കമ്പിയൊക്കെ ഒടിച്ചിട്ടിരിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ അരിക്കൊമ്പൻ എന്ന് പറയുന്ന യുവാവ് ഇവിടെ കുറച്ച് കാലം മേഞ്ഞ് നടന്ന കാലത്ത് അദ്ദേഹം അരി തിന്നാൻ വേണ്ടി വരികയും ഈ സൈഡിലെ ഈ താഴേക്ക് കാണുന്ന, ഇതിൻ്റെ താഴേക്ക് കാണുന്ന കംപ്ലീറ്റ് ഹാൻഡ് റെയിലുകളും അദ്ദേഹം പൊളിച്ചു. താഴെ കൂടെ പൊളിച്ചിട്ട് ഇവിടെ വന്ന് അരി ആ ഡോറ് ചാവട്ടി തുറന്ന് അദ്ദേഹം അവിടുന്ന് അരിയും പഞ്ചസാരയൊക്കെ തിന്നിട്ട് പോയി. അങ്ങനെ കുറച്ച് കാലം ഇവിടെ അദ്ദേഹം കിടന്നുകൊണ്ട് മേഞ്ഞ സ്ഥലമാണ്. ഈ താഴത്തെ വഴി കൂടിയാണ് കയറി വന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും അരിക്കുമ്പം പോയ പിന്നെ ഈ ഒരു ചിന്നക്കനാൽ പ്രദേശത്ത് ആനശല്യം ഇല്ലെന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൂട്ടിയവരൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മൂന്നാറിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെയാണ് ആന കൊന്നത്. അത് പക്ഷേ ഈ ഭാഗത്തല്ല, ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭാഗത്താണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇനി വീണ്ടും നമ്മൾ ഒന്നുകൂടെ ശ്രമിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിസർവറിൻ്റെ സൈഡിൽ എത്താൻ പറ്റുമെന്ന്. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചിന്നക്കനാൽ വഴി തിരിച്ച് നാട്ടിൽ പോകാം. എന്തായാലും വളരെ മോശം വഴി കൂടെ നമ്മൾ റിസർവറിലേക്ക് പോവാണ്. അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി എപ്പോഴും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതും ക്ലേശകരവുമായിരിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ആ ഒരു ലൈനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും വഴി മോശമായി. എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല എൻജിൻ പവറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹം അവിടെ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ റിസർവറിലെത്തിയിരിക്കുകയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ വിചാരിച്ച വഴി ഇതൊന്നുമല്ല. മൂന്നാറിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഈ കാണുന്ന ആനയിറങ്ങൽ ഡാമിൻ്റെ റിസർവറാണ്. നല്ല സുന്ദരമായ സ്ഥലം. ഇവിടെ വന്നെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് കണ്ടുപിടിച്ച് വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കണ്ടുപിടിച്ച് വരുന്ന ധാരാളം പേരുണ്ട് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇതാ ബിയറുകളുടെ കുപ്പി പൊട്ടിച്ചിട്ടിരിക്കുന്നു, പ്ലാസ്റ്റിക് കുപ്പി. പിന്നെ അവിടെ
ക്യാമ്പ് ഫയർ നടത്തിയതിൻ്റെ തീയിട്ടിരിക്കുന്നു. നിങ്ങൾ നോക്ക് എത്ര കുപ്പിയാണ് കിടക്കുന്നത്. എന്തെങ്കിലും വെളിവെള്ളം അവർ ചെയ്യുമോ? ഇത്രയും മനോഹരമായ സ്ഥലത്ത് ബിയർ കുടിച്ചാൽ അത് തിരിച്ച് നമ്മളുടെ വണ്ടി വെച്ചുകൊണ്ട് കളയാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും മലയാളികൾ കാണിക്കേണ്ടത്. 100% സാക്ഷരത എന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? തന്നെയല്ല, അത് മുഴുവൻ പൊട്ടിച്ചിട്ടിരിക്കുക. കണ്ടോ, ഇവിടെ വരുന്ന ആരെങ്കിലുമൊക്കെ ഇതുപോലെ വന്നു വിട്ടാൽ കാലിൽ കുപ്പിച്ചിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് മലയാളി എന്ന് പറയുന്ന ബോധമില്ലാത്ത ജനതയുടെ കാട്ടിക്കൂട്ടലുകൾ എന്നാണ് പറയേണ്ടത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. വളരെ ശുദ്ധജലമാണ് കേട്ടോ. ആ കാര്യത്തിൽ മലയാളികൾ ഒന്നും വൃത്തിയോട് കാണിച്ചിട്ടില്ല. തെളിനീരാണ് കാണുന്നത്, നല്ല മനോഹരമായ തെളിനീര്. ഇവിടെയൊക്കെ ധാരാളം ആന ശല്യമൊക്കെയുള്ള സ്ഥലമാണ്. ആനകളിപ്പം അക്രമാസക്തരായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അധികം നേരം ഞങ്ങളിവിടെ നിൽക്കുന്നില്ല. എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ മലനിരകളും ഒരു കന്യാവനം എന്നൊക്കെ പറയുന്നതിലുള്ള വനങ്ങളും ഒക്കെയാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഫോറസ്റ്റിന് മറ്റ് ഗസ്റ്റ് ഹൗസ് പോലെ എന്തോ അവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നല്ല ലേക്ക്, ഈ ഒരു റിസർവെയർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നന്നായിട്ട് കൊളുക്കുമലയെ കാണാവുന്നൊരു ബാക്ക്ഗ്രൗണ്ട്. അത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ മരങ്ങളായതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സ്ഥലം കൂടി തപ്പി നോക്കാം എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരാൾ പറഞ്ഞത് 4 വീൽ ഡ്രൈവ് വണ്ടികളൊക്കെ അവിടെ പോകുള്ളൂ എന്നായിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടി വളരെ കൂളായിട്ട് വന്നത് നിങ്ങൾ കണ്ടല്ലോ. അതാണ് ഈ വണ്ടിയുടെ ഒരു ഗുണം. ഒട്ടും പേടിക്കാതെ നമുക്ക് ഏത് പ്രതിസന്ധികളിലും പ്രതികൂലമായ വഴികളിലൂടെയും കടത്തിക്കൊണ്ട് പോരാൻ പറ്റുന്നൊരു വാഹനമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് അതിനും കാരണമെന്നാണ് പറയേണ്ടത്. എന്തായാലും എനിക്ക് തോന്നുന്നു സിട്രൺ C3 എയർക്രോസ് ഇപ്പോൾ അടുത്ത കാലത്തുനിന്ന് വന്നൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന സിട്രൺ C3 എയർക്രോസ് ഓട്ടോമാറ്റിക് ഇതായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലം തേടി പോകാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മൂന്നാർ യാത്രയുടെ പരിസമാപ്തിയിലാണ്. ഇത് സത്യത്തിൽ വന്ന ദിവസം അത്ര നന്നായില്ല. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഹർത്താലാണ്. ആന ഒരാളെ കൊന്നതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ട് ആളുകളൊക്കെ ഹർത്താൽ ആചരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ മാട്ടുപ്പെട്ടി ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ചിന്നക്കനാലിൻ്റെ ഈ മനോഹരമായ റോഡുകൾ ഒക്കെ നമുക്കൊന്ന് കാണാനും ആസ്വദിക്കാനും സാധിച്ചു. അപ്പോൾ നിങ്ങളിപ്പോൾ മൂന്നാറിൽ വരികയാണെങ്കിൽ മാട്ടുപ്പെട്ടി ഭാഗം മാത്രം പോകാതെ തീർച്ചയായിട്ടും ചിന്നക്കനാൽ, സൂര്യനെല്ലി ഈ ഭാഗത്തേക്ക് കൂടി വരണം. അത് ഈ റോഡ് ആസ്വദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നേരെ മൂന്നാർ ടൗണിൽ വന്ന് ചിന്നക്കനാൽ എത്തിയിട്ട് തിരിച്ച് പിന്നെ മൂന്നാറിലേക്ക് പോകണ്ട. തിരിച്ച് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പ് റോഡ് വഴി ചിന്നക്കനാൽ വഴി പൂപ്പാറ എത്തിയിട്ട് അതുവഴി രാജകുമാരി, രാജാക്കാട് വഴി നേര്യമംഗലത്തെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് വെച്ചങ്ങ് തിരിച്ചു പോകാം. മൂന്നാർ ടൗണിലേക്ക് തിരിച്ചു പോകുന്ന എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ടതില്ല. അപ്പോൾ എന്തായാലും മൂന്നാർ യാത്രയ്ക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമായിട്ടാണ് നമ്മളിന്ന് വന്നത്. എനിക്ക് ഇതിൻ്റെ സസ്പെൻഷനും അതുപോലെ തന്നെ ഈ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും വളരെയധികം ഇഷ്ടപ്പെടും. സത്യം പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് SUV ഇതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഫീച്ചേഴ്സിനൊന്നും കാര്യത്തിൽ അങ്ങനെ വലിയ കുറവുകളൊന്നുമില്ല എന്നുള്ള മറ്റൊരു കാര്യം. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഫ്രഞ്ച് വാഹനങ്ങളിലേക്ക് ഒരു ഒരു നിർമ്മാണ നിലവാരം എന്ന് പറയുന്ന കാര്യം എടുത്തു പറയണം. എയർ ബാഗുകളുടെ എണ്ണമൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ മറ്റു വാഹനങ്ങളൊക്കെ കുറവാണെങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ നിർമ്മാണ നിലവാരം മാത്രം മതി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റി മനസ്സിലാക്കണമെങ്കിൽ. നമ്മളപ്പോൾ വീണ്ടും ദുബായിൽ നിന്നുള്ള വാഹനത്തിൻ്റെ അടുത്തുകൂടി കടന്നു പോകുന്നു. അതിൻ്റെ പെയിൻറ്റ് നല്ല രസമായിട്ടുണ്ട്. മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ. ഇപ്പോൾ ഒരു സൈക്കിളൊക്കെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർ മൗണ്ടൻ ബൈക്കിങ്ങിനൊക്കെ പോയിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ്. കാര്യം ദുബായ് രജിസ്ട്രേഷൻ വാഹനമാണെങ്കിലും യൂറോപ്യൻസോ അല്ലെങ്കിൽ US നിന്നൊക്കെ ഉള്ളവരായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ മനോഹരമായ ഹെയർ പിൻ ബെൻഡും ഇറങ്ങി നമ്മൾ തിരിച്ച് പൂപ്പാറ വഴി കൊച്ചിയിലേക്ക് പോവുകയാണ്.
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ഈ ഹൈ റേഞ്ചസ് അന്വേഷിച്ച് പോകുന്നൊരു പതിവുണ്ട്. എനിക്ക് ഈ കടലിനേക്കാളൊക്കെ ഇഷ്ടം ഹൈ റേഞ്ചസ് ആണ്. അപ്പോൾ പല ഹൈ റേഞ്ചസിലും ചെല്ലുമ്പോൾ അവിടെ ടീ എസ്റ്റേറ്റുകളൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ചും ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിൽ, ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ മൂന്നാറിൻ്റെ അത്രയും മനോഹരമായ ടീ എസ്റ്റേറ്റുകൾ ഞാൻ മറ്റൊരു സ്ഥലത്ത് കണ്ടിട്ടില്ല. ഇത്രയും മനോഹരമായിട്ട് പരിപാലിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ പോകുകയാണെങ്കിൽ നിവാര എലിയയിലോ അല്ലെങ്കിൽ ക്യാൻഡിയിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ഇത്തിരി കഷ്ണം ബാക്കി നിൽക്കുന്ന പോലെയൊക്കെയുള്ള ടീ എസ്റ്റേറ്റുകൾ കാണാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കണ്ടില്ലേ, ഒരു തരി, ഒരു ഇഞ്ച് പോലും മണ്ണ് വീഴാത്ത രീതിയിൽ മനോഹരമായ ടീ എസ്റ്റേറ്റുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നത് ഇവിടുത്തെ റോഡുകളായിരുന്നു. മൂന്നാറിലെ റോഡുകൾ എല്ലാ കാലത്തും പൊളിഞ്ഞ് നശിച്ച് പണ്ടാറണി കിടന്ന റോഡുകളാണ്. തന്നെയുമല്ല ഇവിടെ ഈ അവധി ദിവസങ്ങളിലൊക്കെ തിരക്കെന്ന് പറയുന്നത് ഒരു തരത്തിലും വലിയ റോഡുകൾക്ക് പോലും സഹിക്കാനാവാത്ത തിരക്കായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ ഗംഭീര ഹൈവേ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗംഭീര ഹൈവേയിലൂടെ ഗംഭീരമായൊരു വാഹനം ഓടിച്ച് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പൂപ്പാറയിലേക്ക് എത്തുകയാണ്. ഈ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം പൂപ്പാറ, രാജകുമാരി, രാജാക്കാടൊക്കെ വഴി നമ്മളങ്ങനെ നേര്യമംഗലത്തേക്ക് എത്തും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാഹനത്തെ പരിചയപ്പെടുത്തുകയല്ല, ഈ ഒരു വാഹനത്തിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച ആദ്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഈ പല ഗുണങ്ങളും, ഇൻറ്റീരിയർ സ്പേസ് ആയാലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും എൻജിൻ്റെ റെസ്പോൺസ് ആയാലും എല്ലാം ഗംഭീരമാണ് ഈ വാഹനത്തിൻ്റെ. തന്നെയുമല്ല ഈ സെഗ്മെൻറ്റിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള SUVയും ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മൂന്നാർ യാത്ര അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെയും സിട്രോൻ്റെയും നന്ദി അറിയിക്കുന്നു. ബൈ.